ഷൈൻ ചേട്ടാ എല്ലാരും ചോദിക്കും എന്തോ സാധനം ഈ അടിക്കുന്നേ? എന്ത് അടിക്കുന്നേന്നോ? ഞാൻ വീട്ടിൽ പെയിന്റ് അടിക്കാനൊക്കെ പോവാറുണ്ട്. അതൊക്കെ നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടാ? വിനയൻ ചേട്ടാ പൈസയാണോ സ്നേഹിക്കുന്നത് തന്റെ കഴിവ്? മോനിവിടെ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. അല്ല, പൈസക്ക് വേണ്ടിയല്ലേ. നമ്മള് പൈസയാണ് നമ്മള്. പിണറായി വിജയൻ സഖാവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് വിനയൻ ചേട്ടന്? അല്ല, അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നിന്നോട് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് നിങ്ങൾ ദേഷ്യമൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ വലിയൊരു ആരാധകനാണ്. നിങ്ങൾ നന്നായി വരണമെന്ന് ആഗ്രഹിച്ച ആളാണ്. പക്ഷേ നിങ്ങൾ ഓരോ സോഷ്യൽ മീഡിയസിലും എന്നെപ്പറ്റി ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നതല്ലേ, ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് മോനെ. അതിന് സംഭവം പറയാം. നിങ്ങൾ പണ്ട് എന്നെ ഒരിക്കൽ വേദനിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ ബുക്ക് ചെയ്തിട്ട് വന്നപ്പോൾ ബുക്ക് കോപ്പി അടിച്ചാണ് പറഞ്ഞത്. അതാണ് എന്നെ വേദനിപ്പിച്ചത്. അല്ല മോനെ, കോപ്പി അടിക്കുക എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്നതല്ലേ മോനെ. ഇപ്പോൾ ബിഗ് ബോസിലേക്ക് ഒരു വൈൽഡ് കാർഡ് എൻട്രി വന്നാൽ മോൻ വരുമോ? എല്ലാ ഇൻസ്റ്റാഗ്രാം മോട്ടിവേഷൻ. മോട്ടിവേഷൻ. നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെ ന്യായങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ കഥ എത്ര സത്യസന്ധമാണെങ്കിലും പലപ്പോഴും അതിനൊന്നും വലിയ പ്രസക്തിയില്ല. നരേന്ദ്രമോദി. അപ്പൊ നരേന്ദ്രമോദി ലേറ്റസ്റ്റ് ആയിട്ടൊരു സാധനം, but different. No money, no honey. Good boy goes to Ayodhya. Bad boy goes to Bangkok. എന്നെ ഉൾപ്പെടെ സങ്കടത്തിലാഴ്ത്തിയ ഒരു അപകടം ഉണ്ടായിരുന്നല്ലേ? ആ അപകടത്തിന്റെ ആ ഒരു രൂപം കണ്ണാടിയിൽ കൂടെ കണ്ട സമയത്ത് തോന്നിയ ഒരു ഫീൽ എന്തുവായിരുന്നു? എന്തൊരു വിധിയായി പോയി എന്നൊക്കെ ആലോചിച്ചു. പ്രോഗ്രാമിൽ ഞാൻ ആദ്യം പങ്കെടുക്കേണ്ടതായിരുന്നില്ല. അതായത് ഞാൻ ഒഴിവാക്കാനായിട്ടിരുന്നായിരുന്നു. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ദിവസമാണ് ഈ ജൂൺ 5 എന്ന് പറയുന്നത്. വെയിറ്റ് ലോസിന് വേണ്ടി ഒന്നും കഴിക്കാതിരിക്കല്ല വേണ്ടത്. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ, വലിയ തരികളാൽ സമ്പുഷ്ടമായത്, ഓരോ നിമിഷവും ഉന്മേഷം നൽകുന്നു. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ, വെയിറ്റ് ലോസിന് ഒരു കാരണം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. വെറൈറ്റി മീഡിയ ന്യൂ ചാറ്റ് ഷോയിലേക്ക് ഏവർക്ക് സ്വാഗതം. മിമിക്രിയെ പുതിയൊരു തലത്തിലോട്ട് കൊണ്ടുപോയി തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഒരു നെഗറ്റീവ് കമന്റ് പോലും ഇല്ലാതെ മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തൊരു കലാകാരൻ. തൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു അപകടം സംഭവിക്കുന്നു. അപകടത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്നത് മിമിക്രിയുടെ ഒരേ ഒരു രാജാവ് മഹേഷ് കുഞ്ഞുമോൻ. നമസ്കാരം. പ്രിയ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ആളുകളെ എൻ്റെ ഈ ഒരു വർഷം കൊണ്ട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനും മഹേഷ് തമ്മിലുള്ള ബന്ധം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ, നമ്മൾ ഇൻ്റർവ്യൂ പറഞ്ഞതുപോലെ മിമിക്രിയുടെ ഒരേ ഒരു രാജാവ്, ഇത് ഞാൻ പറഞ്ഞതല്ല, മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം ഇട്ടൊരു പേരാണ്. ഓക്കെ, അങ്ങനെ ഒരു പേര് കേൾക്കുമ്പോൾ ഉള്ളുകൊണ്ടുള്ള സന്തോഷം എത്രമാത്രം ഉണ്ട്? സന്തോഷമുണ്ട്. പക്ഷേ എന്താ പറയുക, അങ്ങനത്തെ ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മളെപ്പോഴും എന്താ പറയുക, ഇനിയും നന്നാകാനുണ്ട്. ഇനിയും കാരണം നമ്മളെക്കാളും കഴിവുള്ള ഒരുപാട് പേര് ഇനിയും വരാനുണ്ട്. മിമിക്രി ഫീൽഡിൽ അടിപൊളിയായിട്ട് പോകണം. മിമിക്രി ഫീൽഡ്, ഡബിങ്, ഗൾഫ് ഷോ, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവരും പറയുന്നൊരു കാര്യം, ഒരു സിമ്പിള്, ഒരു ജാട ഇല്ലാതെ സിമ്പിളായിട്ട് നിൽക്കാൻ ഇതെങ്ങനെ സാധിക്കുന്നു? അത് പുറമേ നമ്മൾ എന്താ പറയുക, ഞാൻ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പൊതുവേ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. പൊതുവേ അധികം സംസാരിക്കാത്ത ആളായിരുന്നു. സംസാരിക്കത്തില്ലായിരുന്നു? അധികം അങ്ങനെ സംസാരിക്കില്ലായിരുന്നു. കാരണം സ്റ്റേജ് എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര കുറവായിരുന്നു. പിന്നെ സ്റ്റേജുകളിൽ ചെയ്തും പിന്നെ എല്ലാ ആളുകളോട്ട് കൂടുതലായിട്ട് ഇടപഴകുകയും ചെയ്തപ്പോൾ അവരാണ് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞത്. ജനങ്ങളുടെ സപ്പോർട്ട് ഇന്ന് നിൽക്കുന്നത്. അതെ, ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരു കലാകാരനും നിൽക്കാൻ പറ്റില്ലല്ലോ. മഹേഷ് കുഞ്ഞുമോനെ കൊണ്ട് ഇരിക്കുമ്പം കൂടുതൽ ആൾക്കാർക്ക് സംസാരമല്ല വേണ്ടത്, ശബ്ദമാണ് വേണ്ടത്. അപ്പൊ നമുക്ക് വെടിക്കെട്ടെന്ന് പറയുമ്പോൾ ആദ്യം ചെറിയ ചെറിയ സാമ്പിൾ പോവും. അപ്പോൾ ഒരു സാമ്പിളിൽ നിന്ന് തുടങ്ങിയാലോ? നീ ആരോടെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചോ? ഓക്കെ, അപ്പൊ എന്റെ മുന്നിൽ ആരാ ഇന്ന് വരുന്നത്? നിനക്ക് ഇഷ്ടമുള്ള ആരാന്ന് വെച്ചാൽ? അല്ല, മഹേഷ് കുഞ്ഞുമോൻ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ആരാ? എനിക്ക് ചെയ്യുന്ന വോയിസിൽ അങ്ങനെ ഇഷ്ടമല്ല, എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത്. നിനക്ക് ആരാണ് മുന്നിൽ വരണമെന്ന് വെച്ചാൽ ഞാൻ ആളായിട്ട് നിന്നോട് സംസാരിക്കും. ഇപ്പം ബിഗ് ബോസിൽ കത്തി നിൽക്കുന്നതാണ് മോഹൻലാൽ അല്ലേ? അല്ല, ലാലേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി. ലാലേട്ടൻ അവതാരകൻ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ലാലേട്ടനെ നമുക്ക് വെറൈറ്റി മീഡിയ ഷോയിലോട്ട് കൊണ്ടുപോകാം. ഞാൻ ട്രൈ ചെയ്യാം. ലാലേട്ടൻ്റെ ശബ്ദം കണ്ട് ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. എന്തെങ്കിലും ഒരു ചെറിയ പിഴവ്, ഒരു ജാമ്യം വേണ്ട, സെറ്റാ. ഓക്കെ. അപ്പോൾ ലാലേട്ടൻ നമ്മുടെ ബിഗ് ബോസ് ഷോയിൽ നമ്മൾ അജിനെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 കോ-പ്രസൻറ്റഡ് ബൈ ഈ വെറൈറ്റി മീഡിയ. ഇങ്ങനെ ഒരു ഷോയുടെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടു. കഴിഞ്ഞ ആഴ്ചകളിൽ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ എല്ലാ മലയാളി പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. തമ്മിത്തല്ലുകളാണ്.
എവിടെയും ജാസ്മിൻ ഗബ്രി വിഷയം മാത്രം ആ ഒറ്റ 2 പേരുകളിലായി ബിഗ് ബോസ് ഷോ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ആ ജാസ്മിൻ ഗബ്രീനെ തകർക്കുന്നതിന് വേണ്ടി ആ വിഷയം മാറി മറ്റൊരു പേരാവുന്നതിന് വേണ്ടി ഒരു വൈൽഡ് കാർഡ് എൻട്രി ഇങ്ങോട്ട് വരികയാണ്. വെറൈറ്റി മീഡിയ, സോഷ്യൽ മീഡിയ, എല്ലാ മീഡിയയിലും സജീവമായി ഒരു അവതാരകൻ എന്ന നിലയിൽ എല്ലാ മലയാളികൾക്കും സുപരിചിതനായ അജിൻ കലാഭവൻ. അജിൻ കലാഭവൻ, നമസ്കാരം. നമസ്കാരം. അല്ല മോൻ കാണാറുണ്ടോ ബിഗ് ബോസ് ഒക്കെ? ലാലേട്ടാ, ഒത്തിരി നാളത്തെ ഒരു സ്വപ്നമായിരുന്നു ബിഗ് ബോസ്. അല്ല മോനെ, സ്വപ്നമൊക്കെ കൊള്ളാം. മോൻ കാണാറുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമാണ്. ഞാൻ കാണാറുണ്ട് ലാലേട്ടാ. കാണാറുണ്ട്. എപ്പോഴാണ് കാണാറുള്ളത്? ഞാൻ സീസൺ 1 മുതലേ കാണുന്നൊരു സീസൺ 1 എപ്പോഴായിരുന്നു മോനെ? സീസൺ 1 ലാലേട്ടാ. ഓഹോ, മോനെ നന്നായിട്ട് ചളി അടിക്കാൻ നന്നായിട്ട് അറിയാമല്ലേ? അപ്പോൾ എല്ലാവിധ ആശംസകളും. നന്നായിട്ട് കളിക്കൂ. അപ്പോൾ ഇനി കളി വേറെ ലെവലല്ലേ? തീർച്ചയായിട്ടും ലാലേട്ടാ, ഞാൻ പോവുകയാണെങ്കിൽ തീർക്കും അവിടെ. തീർക്കാൻ ഈ പരിപാടി തീർക്കേണ്ടത് നിങ്ങളല്ല, ഞാനാണ്. അപ്പോൾ ഈ സീസൺ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഓ, അടിപൊളി കേട്ടോ. ഇനി എനിക്കൊരു ചേഞ്ചിങ് കാണണം. അതായത് ഒരു നടനിൽ നിന്ന് വേറെ ഒരു നടനിലേക്ക് അങ്ങനെ ആരും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ കൂടുതലായിട്ട് മിക്ക ഇൻ്റർവ്യൂസിലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടറായിട്ട് മാറിയിട്ട് അവിടെ എന്തെങ്കിലും ഞാനിപ്പോൾ പെട്ടെന്ന് ഒരാളായിട്ട് മാറാം. ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ അജിന് നമ്മൾ ഫസ്റ്റ് ടൈം അല്ല മീറ്റ്? നമ്മൾ ഫസ്റ്റ് ടൈമാണ്. നമ്മൾ ഇതിന് മീറ്റ് ചെയ്തിട്ടില്ല. ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഞാനിപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. സത്യം അജിൻ്റെ എല്ലാ ഇൻ്റർവ്യൂസൊക്കെ കാണാറുണ്ട്. സന്തോഷം. കാരണം ഞാൻ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പല ചാനൽസ് ഇൻ്റർവ്യൂസ് നടത്തുമെങ്കിലും ഞാൻ അജിനെ തേടി നടക്കുമായിരുന്നു. എവിടെയായിരുന്നു ഇത്ര നാൾ? എനിക്ക് വരാൻ പറ്റിയില്ലെന്ന്. അതെന്ത് പറ്റി? അന്ന് പനിയൊക്കെ പിടിച്ച് പനിയൊക്കെ എല്ലാവർക്കും പിടിക്കുന്നതല്ലേ. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ട് പോകുന്നല്ലേ? അതെ. അപ്പോൾ അജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അജിൻ ഇങ്ങനെ ഭയങ്കര കംഫർട്ടബിളായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാ ആർട്ടിസ്റ്റിനെയും ഭയങ്കര കംഫർട്ടബിളായിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത ഒരാളെ ഇങ്ങോട്ട് വിളിക്കാം. ചേട്ടാ, എന്തുകൊണ്ട് വിശേഷം? എടാ, ഞാൻ നിന്നോട് പേരല്ലേ ചോദിച്ചു. അപ്പൊ അതിന്റെ ഉത്തരവല്ലോ പറയണ്ട. നിന്റെ പേരാ നിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ ഞാൻ കാണാറുണ്ട്. ഇഷ്ടമാണോ? ഇഷ്ടമായിട്ടല്ലേ ഞാൻ ഈ പരിപാടിക്ക് വന്നത്. കാരണം നീ അവിടെ ചോദ്യം ചോദിക്കണല്ലോ. നിന്നെ വെറൈറ്റി മീഡിയ ഭയങ്കര വെറൈറ്റി ആണല്ലോ. ഷൈൻ ചേട്ടാ, എല്ലാരും ചോദിക്കും എന്തോ സാധനം ഈ അടിക്കുന്നേ? എന്ത് അടിക്കുന്നേന്നോ? ഞാൻ വീട്ടിൽ പെയിന്റ് അടിക്കാനൊക്കെ പോവാറുണ്ട്. അതൊക്കെ നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടാ? എന്നാൽ ഇങ്ങനെ സംസാരിക്കാൻ ഒരു കുഴച്ചില് വരുന്നല്ലോ. എടാ, പ്രായമായി വരികയാണ് മോനെ. നീ ഈ പ്രായത്തില് നീ ഒരു 80-85 വയസ്സാകുമ്പോൾ നീ ഈ രീതിയിലാണ് സംസാരിക്കുക? അല്ലല്ലോ. അല്ല. അപ്പൊ നമുക്ക് ഏജ് കൂടുമ്പോ ആ രീതിയിൽ പല രീതിയിലും പല സ്റ്റൈലിലും പല രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കും. അതിനെ ആ രീതിയിൽ കാണണം. പക്ഷെ ഈ സംസാരം ഒരു സിനിമയിലെ കഥാപാത്രമായിട്ട് വരുമ്പോൾ കാണുന്നില്ലല്ലോ. അതാണ് നമ്മൾ കഥാപാത്രത്തെ ഉൾക്കൊള്ളാന്ന് പറയും. നമ്മൾ ഉൾക്കൊണ്ട് വല്ലാതെ ഇങ്ങനെ ഉൾക്കൊണ്ടാകുമ്പോൾ നമ്മളെ ക്യാരക്ടർ തന്നെ മറന്നു പോകും. ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരില്ല. നിന്റെ ഇന്റർവ്യൂ എനിക്ക് ഭയങ്കര ബോറടിക്കുന്നു. ഞാൻ പോവാണ്. ദേഷ്യപ്പെടാതെ കുറച്ചു നേരം കൂട്ടില്ലേ. അല്ല, ദേഷ്യപ്പെട്ടത് ആരാണ്? അല്ല, മോൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടത് ആരാണ്? മോനെ ഞാനാരൊന്നും മനസ്സിലായില്ല. ആരാ? വിനായകൻ ചേട്ടൻ. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ഒരു വല്ലാത്തൊരു നോട്ടമൊക്കെ? മോൻ്റെ അടുത്ത് ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല എനിക്ക്. വിനായകൻ ചേട്ടൻ പൈസയാണോ സ്നേഹിക്കുന്നത് തൻ്റെ കഴിവ്? അല്ല, മോനിവിടെ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. അല്ല, പൈസക്ക് വേണ്ടിയല്ലേ. നമ്മൾ പൈസയാണ്. നമ്മളെ പണിയെടുത്ത് വേർത്ത് കുളിച്ച് നമ്മൾ അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗമാണ്. അപ്പോൾ നമ്മൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ, നമ്മൾ അധ്വാനിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് നമ്മൾ ജീവിക്കണം. അപ്പോൾ നമ്മൾ പൈസ ഇല്ലാണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് ജീവിക്കാനാണെങ്കിൽ എന്തായാലും നമ്മൾ വല്ല സന്യാസിയാണ്, നമ്മൾ തന്നെ ആത്മീയതയാണോ പറയണത്? അല്ലല്ലോ. അല്ല, നീ എങ്ങനെയാണ് ഇങ്ങനെ നോക്കണേ? എന്തിനാടാ എന്നെ? ഞാൻ നോക്കുന്നത് സിനിമകളിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കാണുമ്പോൾ എനിക്കൊരു അത്ഭുതം. അതിൽ അത്ഭുതപ്പെടാനായിട്ട് ഞാൻ ഒന്നുകൂടാണ്ട് ഇവിടെ ഇരിക്കുന്നു. പിണറായി വിജയൻ സഖാവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് വിനായകൻ ചേട്ടന്? അല്ല, അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. എൻ്റെ മോനെ ഇങ്ങനെ സൈലൻ്റായിട്ട് ഇരിക്കരുത്. ഒന്നില്ലെങ്കിൽ ഞാനൊരു മുഖ്യമന്ത്രിയല്ലേ. അല്ല, ഈ മൈക്കിൻ്റെ പ്രശ്നത്തിൽ നിരന്തരം ഇങ്ങനെ ദേഷ്യപ്പെടാനുള്ള കാരണം എന്താണ്? അതെനിക്കറിയില്ല. കാരണം ഈ അടുത്ത് വാർഡൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ്. അതിലൊരു വരി ഉണ്ടായിരുന്നു, പൊടിച്ചതെല്ലാം പുലിവാലട, കാണ്ടാമൃഗത്തിൻ്റെ തോലിട. അതെന്നെ പറ്റി എഴുതിയതാണോ എന്നത് എനിക്ക് ഒരു സംശയമുണ്ട്. അതിനെതിരെ ശക്തമായ നടപടി എടുക്കും. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിണറായി വിജയൻ സാറ് ഇപ്പം മൈക്കുകൾ എന്തിനാണ് എന്നോട് കാണിക്കുന്നത്?
അല്ല, വേറെ ഒരു രാഷ്ട്രീയ നേതാവ് മൈക്കിനായിട്ട് ഇത്ര ദേഷ്യപ്പെടുന്ന കണ്ടിട്ടില്ല നമ്മൾ. അല്ല, ഞാൻ ദേഷ്യപ്പെടാന്ന് നിങ്ങളോട്, ഞാൻ ഈ രീതിയിലല്ലേ സംസാരിക്കുന്നത്. നീയല്ലേ ഇപ്പോൾ എന്നോട് ദേഷ്യപ്പെടുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ട് കത്തി കണ്ട് ഭയപ്പെട്ട് പോകുന്നവനല്ല പിണറായി സഖാവെന്ന്. ശരിയാണോ? കത്തി കൊണ്ട് ഭയപ്പെടാൻ ഇവിടെ ആരും ഓടുകയില്ലേ? പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള മോശം ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കരുത്. കണക്കുറത്ത് എൻ്റെ മഹേഷ് ചേട്ടാ, ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകളെ നമ്മൾ മിമിക്രിക്കായിട്ട് ഈ വേദിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും മഹേഷ് കുഞ്ഞുമോൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ചെയ്യുന്നതിൽ വലിയ പുതുമയില്ല. അതായത് എന്താണോ റിയൽ വോയിസ് അത് മഹേഷ് കുഞ്ഞുമോൻ ചെയ്തിരിക്കും, അതിലൊരു മാറ്റവും ഇല്ല. ഇത്രയും പറഞ്ഞു വന്നപ്പം എന്നെ ഉൾപ്പെടെ സങ്കടത്തിലാഴ്ത്തിയ ഒരു അപകടം ഉണ്ടായിരുന്നല്ലേ? അപകടത്തിൽ ശരിക്കും ഞാനിതറിയുന്നത് മഹേഷ് കുഞ്ഞുമോൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ചാനലിലും വന്നിട്ടില്ല, ഒരു പേര് പോലും വന്നിട്ടില്ല. അപ്പം നിരന്തരമായിട്ട് നമ്മൾ ഒരുമിച്ച് ഷോ ചെയ്ത ആ ഒരു ബന്ധം വെച്ചിട്ട് എന്നെ ആളുകൾ വിളിക്കുന്നു, എടാ നമ്മുടെ മഹേഷ് ആണോ? എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോഴും. ഞാൻ എന്തോ എടുത്തു, ആ നമ്പറിൽ വിളിച്ചപ്പോൾ നമ്പർ സ്വിച്ച് ഓഫ്. ഞാൻ കരഞ്ഞു കേട്ടോ. കരഞ്ഞെന്ന് വെച്ചാൽ ഞാൻ അത്രമേൽ സ്നേഹിച്ചൊരു വ്യക്തിക്ക് ഇത് സംഭവിച്ചെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു. പിന്നീട് ഞാൻ മഹേഷ് കുഞ്ഞുമോനെ നേരിട്ട് കാണാൻ വന്നപ്പം എനിക്ക് കാണാൻ തോന്നിയില്ല. എനിക്ക് അത്രയ്ക്കൊരവസ്ഥയായിരുന്നു എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടത്. പക്ഷെ അന്നും ആ വയ്യാത്ത അവസ്ഥയിൽ മഹേഷ് കുഞ്ഞുമോൻ പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ തിരിച്ചു വരുവടാ. ആ ഒരു ധൈര്യം ഇവിടുന്ന് കിട്ടി. കാരണം ഒരുപാട് എന്താ പറയുക സ്ട്രഗിൾ ചെയ്തും ഒരു എന്താ കഷ്ടപ്പെട്ടുമാണ് ഒരുവിധം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ജോലി ഒരു മെക്കാനിക്കൽ ജോലിയൊക്കെ ആയിരുന്നു. അപ്പോൾ ജോലി ചെയ്ത് ആ ജോലി രാജിവെച്ചാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി. പിന്നെ പ്രോഗ്രാംസ് കിട്ടി, എനിക്ക് സ്റ്റേജ് മിമിക്രി പണ്ടുകൊണ്ട് ഇഷ്ടമാണ്, മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിൽക്കാനും. അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നിട്ട് പെട്ടെന്ന് ഒരു അപകടം പറ്റി ഇതായപ്പോൾ എനിക്ക് അങ്ങനെ മാറി നിൽക്കാനോ എനിക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹം. കാരണം എൻ്റെ ചുറ്റുപാടുള്ളവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു, അവരെല്ലാവരും ആഗ്രഹിക്കും, ഞാൻ മാത്രമല്ലല്ലോ, എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും ആഗ്രഹിച്ചു. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെ ഫലമാണ്. ഇപ്പോൾ എത്രയോളം സ്റ്റാർസിന് ചെയ്യും? ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് മുന്നേ ഒരു 50-ന് മുകളിൽ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇപ്പോഴത്തെ ഫിസിക്കൽ ഇഷ്യൂസൊക്കെ കാരണം ഇപ്പം മിമിക്രി ചെയ്യുന്നത് തന്നെ ഭയങ്കര സ്ട്രെയിനുള്ള ഒരിതാണ്, ഫേസിൻ്റെ ഒരു ഇഷ്യൂ കാരണം. അതുകൊണ്ട് കുറച്ച് ഒരു 50-നടുത്ത് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഒക്കെ മുമ്പത്തേക്കാളും സ്ട്രെയിനാണ്. കാരണം മുമ്പ് മിമിക്രി ചെയ്യുമ്പോൾ എന്താ പറയുക, നമുക്ക് ഫീൽ ചെയ്യില്ല ഫേസിൽ, ഫ്രീ ആയിട്ട് സംസാരിക്കാം. ഇപ്പോൾ സംസാരിക്കുമ്പോൾ പോലും ഫേസിൽ ഫീൽ ചെയ്യും. ഈ ആക്സിഡൻറ്റിന് ശേഷം മഹേഷ് കുഞ്ഞുമോൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മഹേഷ് കുഞ്ഞുമോൻ എൻ്റെ ലൈഫിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ എന്താ പറയുക ഇച്ചിരി എന്താ പറയുക സ്മാർട്ടായെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കൂടുതൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ എല്ലാവരുമായിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. എന്നെ മുന്നേ അറിയാം, ആക്സിഡൻറ്റിന് മുന്നേ അറിയാമെന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ വളരെ ഷൈ ആയിട്ടും പറ്റിക്കാൻ എളുപ്പമായിരുന്നു. ഭയങ്കര എളുപ്പമായിരുന്നു. അങ്ങനെ കുറേ പറ്റിക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ആ രീതിയിലായിരുന്നു. ആ ആക്സിഡൻറ്റ് കിട്ടിയ ഇങ്ങനെ തിരിച്ചു വരണം എന്നുള്ളൊരു ഇതും ആ ഒരു അത്രയും ദിവസങ്ങൾ ആ പിന്നെ ആശുപത്രിയിലും വീട്ടിലായാലും ബാക്കിയുള്ളവരുടെ ഈ സങ്കടം പറച്ചിലും എല്ലാം കണ്ട് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയൊരു മനോധൈര്യമാണ് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്. ആ അപകടത്തിൻ്റെ ആ ഒരു രൂപം കണ്ണാടിയിൽ കൂടെ കണ്ട സമയത്ത് തോന്നിയൊരു ഫീൽ എന്തുവായിരുന്നു? തോന്നിയുള്ള ഫീൽ എന്ന് പറഞ്ഞാൽ എന്തൊരു വിധിയായി പോയി എന്നൊക്കെ ആലോചിച്ചു. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഒന്ന് സ്റ്റേജിലൊന്ന് ക്ലച്ച് പിടിച്ച് വരുന്ന സമയമായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും എന്താ പറയുക കാണാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുടെ മുന്നിൽ മിമിക്രി ചെയ്തു അങ്ങനെയൊക്കെ സെറ്റായിട്ട് വരുന്ന സമയത്ത് പെട്ടെന്നൊരു അപ്രതീക്ഷിതമായിട്ടൊരു ആക്സിഡൻ്റ് ഉണ്ടായി. എനിക്ക് ആദ്യം തന്നെ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, എൻ്റെ ഫേസൊക്കെ കണ്ടിട്ട്, ആകെ ഇത് കണ്ടിട്ട്. പിന്നെ ചേട്ടൻ എൻ്റെ കൂടെ നിന്ന് ബൈസ്റ്റാൻഡറൊക്കെ ആയിട്ട് ചേട്ടനാണ് നിന്നത്. അപ്പോൾ ചേട്ടൻ്റെ മോട്ടിവേഷനും എങ്ങനെയെങ്കിലും തിരിച്ചു വരണം. അപ്പോൾ പോലും ആക്സിഡൻ്റ് വയ്യാതെ ഇരിക്കുമ്പോൾ പോലും ചേട്ടൻ ഓരോന്നിങ്ങനെ നീ പറ്റുന്ന പോലെ എന്തെങ്കിലും ചെയ്യടാ എന്ന് കേൾക്കാനോ അങ്ങനെ പറഞ്ഞ് ആ കിടക്കയിൽ വെച്ചും ചേട്ടൻ പറയും ചെയ്യാൻ. ചെയ്യിപ്പിക്കുക. ഓ എൻ്റെ മോനെ. അപ്പോൾ ചെയ്യുമായിരുന്നോ? ചെയ്യുമായിരുന്നു. പക്ഷേ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും നമുക്കൊരു സന്തോഷത്തിന് വേണ്ടി നമ്മളിങ്ങനെ അങ്ങനെ ചെയ്താണ് പിന്നെ ഞാൻ പിന്നെ പഴയതിൽ പോലെ ആവാനായിട്ട് ഈ ലെവലിലേക്ക് ആയത്. അന്നത്തെ ആ ഷോയ്ക്ക് പെട്ടെന്ന് പോവുകയായിരുന്നു ഉണ്ടായത്? അത് നേരത്തെ പ്രിപ്പറേഷൻ ചെയ്ത് പോകുമായിരുന്നോ? കാരണം ആ ഒരു അപകടത്തിന് ശേഷം കുറേ വാർത്തകൾ വന്നിട്ടുണ്ട്. മഹേഷ് ആ വണ്ടിയെ കയറേണ്ട വ്യക്തിയല്ല, മഹേഷ് വേറെ വണ്ടിയെ കയറേണ്ട വ്യക്തിയാണ്. അപ്പോൾ അതൊക്കെ സംഭവിക്കുമ്പോൾ മഹേഷ് ചിന്തിക്കുന്നത് വരാനുള്ളത് വരുമല്ലേ? അത് വരാനുള്ളത് എവിടെയായാലും നമ്മൾ വഴി തെങ്ങത്തില്ല എന്ന് പറയത്തുള്ളൂ. കാരണം ആ പ്രോഗ്രാമിൽ ഞാൻ ആദ്യം പങ്കെടുക്കേണ്ടതായിരുന്നില്ല.
ആയിരുന്നില്ല. അതായത് ഞാൻ ഒഴിവാക്കാനായിട്ടിരുന്നായിരുന്നു. കാരണം എനിക്ക് വേറെ കുറച്ച് തിരക്കുകളുണ്ട്. അപ്പോൾ പിന്നെ അവരുടെ നിർബന്ധപ്രകാരം അങ്ങനെ ഞാൻ പോയി അറ്റൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ ആ സമയവും പിന്നെ നമുക്ക് ഒന്നും തടയാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു സംഭവിക്കും. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുക. എൻ്റെ കൂടെ യാത്ര ചെയ്ത സൂചേട്ടൻ മരിച്ചു പോവുക, അങ്ങനെയൊക്കെ. അന്ന് ആ വാഹനത്തിൽ നിന്ന് ആ അപകടത്തിന് ശേഷം മയങ്ങി വീഴുകയായിരുന്നു ഉണ്ടായത്. പിന്നെ ഓർമ്മകളൊന്നും ഇല്ലായിരുന്നോ? ഞാൻ വണ്ടിയിൽ വെച്ച് തന്നെ ഉറങ്ങിപ്പോയി. എല്ലാവരും ഉറങ്ങി. കാരണം ഓൾറെഡി നൈറ്റ് ആയിരുന്നല്ലോ ഷോ അല്ലേ? നൈറ്റ് ഷോ കഴിഞ്ഞിട്ട് തിരിച്ച് എറണാകുളത്തേക്ക് പോകുന്ന വഴിയായിരുന്നു. അപ്പോൾ പൊതുവേ അതിന് മുന്നത്തെ ഉള്ള ദിവസങ്ങൾ ലേറ്റ് നൈറ്റും രാവിലെ 4 മണിക്കൊക്കെയാണ് ഞാൻ വീട്ടിലെത്തുന്നത് ഡബിങ് ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ പൊതുവേ ഉറക്കമില്ലാത്ത കുറേ ദിവസങ്ങളായിരുന്നു. അതുകൊണ്ട് വണ്ടിയിൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. എപ്പോഴാണ് ഉറങ്ങിയതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എഴുന്നേൽക്കുന്ന ആംബുലൻസിലാണ്. അപ്പോൾ എൻ്റെ ഫേസൊക്കെ വല്ലാണ്ട് നീരൊക്കെ ഓർമ്മ വരുമ്പോൾ ആംബുലൻസില. അപ്പോൾ എന്താ സംഭവിച്ചത് എന്താ എന്നറിയത്തില്ല. കൂടെ ആംബുലൻസിനകത്ത് ആൾക്കാരുണ്ട്. ഹോസ്പിറ്റലിൽ ഇങ്ങനെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനത്തെ ഒരു ഇതൊക്കെ കോൺഷ്യസ് ആയിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് അങ്ങനെയൊന്നും അറിയത്തില്ല. പിന്നെ അവിടുന്ന് ഒരു തിരിച്ചുവരവായിരുന്നു കേട്ടോ. ഒരു മരുന്നിന് പോലും തടയാൻ പറ്റാത്തതാണ് നമ്മുടെ മനസ്സല്ലേ? നമ്മളൊരു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിഷമം ഉണ്ടെങ്കിലും സ്ട്രോങ് ആയിട്ട് നിന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാം. അപ്പം നമ്മുടെ മനസ്സ് നമ്മളെ നിയന്ത്രിക്കുന്നേ. അതെ, മനസ്സ് നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവായിട്ട് ഫുൾ ടൈം നെഗറ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളതെല്ലാം നെഗറ്റീവായിട്ട് തോന്നും. ഇപ്പം ഇത്രയും സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിക്കുക. അന്ന് മഹേഷ് കുഞ്ഞുമോനെ കേരളം മൊത്തം അറിയാം. ആ ഒരു വളർന്നു വന്ന സമയത്ത് തന്നെ ഗൾഫ് ഷോ ആട്ടെ, സ്റ്റേജ് പ്രോഗ്രാം ആട്ടെ, TV ഷോ ആട്ടെ കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷേ മഹേഷ് കുഞ്ഞുമോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് പോലും വരാതെ ഡ്രൈവറിൻ്റെ പേര് വരെ അവിടെ വന്നു. എന്നിട്ട് മഹേഷ് കുഞ്ഞുമോൻ്റെ പേര് എന്തുകൊണ്ട് വന്നില്ല? അതിന് എനിക്ക് അറിയാം. മഹേഷ് കുഞ്ഞുമോൻ്റെ പേര് അങ്ങനെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ ഫ്ലവേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ് ഫുൾ ചികിത്സാ സഹായം മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായത്. അതിനുശേഷം കുറേ ആളുകൾ വാഗ്ദാനങ്ങളൊക്കെ തന്നു, നിറവേറിയോ ഇല്ലയോ? എല്ലാവരുടെയും സപ്പോർട്ടാണല്ലോ. പിന്നെ സപ്പോർട്ടല്ല, മഹേഷ് കുഞ്ഞുമോൻ ധൈര്യമായിട്ടിരി, നമ്മളെല്ലാം നോക്കിക്കോളാം, ചെലവുകളെല്ലാം നോക്കിക്കോളാം എന്നൊന്നല്ല കുറേ ആളുകൾ വന്ന് പറയുന്നുണ്ട്. അന്നൊക്കെ വിശ്വസിച്ചിരുന്നു മഹേഷ് കുഞ്ഞിനാ എന്നെ ഇവരെ സഹായിക്കും, എന്നെ ഇവർ രക്ഷപ്പെടുത്തും, ചിന്തിച്ചിരുന്നോ? സത്യം പറഞ്ഞാൽ എല്ലാവരുടെ സ്നേഹമാണ് ഇപ്പോൾ. കാരണം ഞാൻ ഈ സിനിമാ രംഗത്തുനിന്ന് പല ആളുകൾ എന്നെ വിളിച്ച് അവർ എന്താ പറയുക നല്ല വാക്കുകളിലൂടെ എനിക്ക് കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. ആരൊക്കെ വിളിച്ചിട്ടുണ്ട്? ഓർമ്മയിലുണ്ടെന്ന് പങ്കുവെക്കാം. ജയേട്ടൻ വിളിച്ചിട്ടുണ്ട്, സൂര്യ, ജയറാമേട്ടൻ വിളിച്ചിട്ടുണ്ട്, ടോവിനെ വിളിച്ചിട്ടുണ്ട്, മഞ്ജു വാര്യർ ചേച്ചി മിക്കപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ ഫ്ലവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടുള്ള ഇപ്പം എൻ്റെ ഈ ലാസ്റ്റ് എൻ്റെ പല്ലിൻ്റെ സർജറിയും കൂടെ കഴിയാനുണ്ട്. അതുവരെയുള്ള ഫുൾ ചിലവും ഫ്ലവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ശ്രീകണ്ഠ സാറും പിന്നെ ഗോകുലം സാറും വീട്ടിൽ വന്ന് ഫുൾ എല്ലാ സഹായവും ചെയ്തു തന്നായിരുന്നു. അത് തന്നെ വലിയൊരു കാര്യം. സഹായിച്ചിട്ടുണ്ട്. വെറും വാക്കുകൾ പറഞ്ഞവർ പോയി. അങ്ങനെ കുറേ പേരുണ്ടാവും. പക്ഷേ നമുക്ക് എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഏത് പ്രശ്നം ഉണ്ടായാലും ഒരു വിളിക്കപ്പുറത്തെ എല്ലാവരും ഉണ്ടായിരുന്നു. അത് വലിയൊരു കാര്യം കേട്ടോ. അത് പൈസ കൊടുത്താൽ കിട്ടാത്തൊരു ബന്ധങ്ങളാണ്. അതെ. ഇപ്പം മഹേഷ് കുഞ്ഞുവിനെ പേഴ്സണലി എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം, ഒരുപാട് പേര് ചതിച്ചിട്ടുണ്ട് കേട്ടോ. പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ പറ്റിക്കപ്പെട്ട് നിന്ന് കൊടുക്കാൻ അറിയാഞ്ഞിട്ടാണോ അതോ അങ്ങനെ അറിഞ്ഞുകൊണ്ട് നിന്ന് കൊടുക്കുമായിരുന്നു ചെയ്തത്? അതല്ല, ഏത് സ്ട്രഗിളിങ് പീരീഡിലുള്ള ഏതൊരു വ്യക്തിക്കും അങ്ങനത്തെ ഉള്ള അനുഭവങ്ങളുണ്ടാവും. അങ്ങനത്തെ ഒരു അനുഭവം ഇല്ലാത്ത ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയും ഉണ്ടാവില്ല. കാരണം അതൊക്കെ ഓരോരോ ഇതാണ്. കാരണം എന്താ പറയുക, ആരും അറിയപ്പെടാത്ത സമയത്ത് ഏതൊരു ആർട്ടിസ്റ്റ് അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ. എനിക്ക് ഒരു സ്റ്റേജ് കിട്ടുന്നത് ഫ്ലവേഴ്സിൽ വഴിയാണ്, കോമഡി വഴിയാണ്, ചാനൽ വഴിയാണ്. എനിക്കൊരു ചാനലിൽ എൻട്രി കിട്ടുന്നത്. അന്ന് ആ എൻട്രിയിൽ ചിന്തിച്ചിരുന്നു ഇന്ന് ലോകം അറിയുന്നു മഹേഷായിട്ട് മാറുമെന്ന്? അന്ന് ഒരിക്കലും ചിന്തിച്ചില്ല. കാരണം പിന്നെ നമ്മൾ എവിടെ ചെന്നാലും ആളുകൾ തിരിച്ചറിയുന്നുണ്ടല്ലോ എൻ്റെ പേര് പറയാതെ ഇതേ ബാബുരാജിനെ എടുക്കുന്ന ആളല്ലേ, പിണറായി സാറിനെ എടുക്കുന്ന ആളല്ലേ, മോദിജീനെ അനുകരിക്കുന്ന ആളല്ലേ, വിനീത് ശ്രീനിവാസനല്ലേ, അങ്ങനെയൊക്കെ പേര് പറഞ്ഞ ആളുകൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മളെ അടുത്ത് വന്ന് സംസാരിക്കുക, ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ
എന്താ പറയുക, സന്തോഷമാണ്. കാരണം ഒരു അധികം വർഷങ്ങളായിട്ടില്ല ഞാൻ ഈ മേഖലയിലൊന്ന് സജീവമായിട്ട്. ചെറുപ്പം തൊട്ട് മിമിക്രി ചെയ്യുന്നുണ്ടെങ്കിലും ആ ചെറുപ്പം തൊട്ട് മിമിക്രി ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊണ്ട് നടക്കുന്ന പരിപാടിയാണോടാ, അല്ല നിന്നെ കൊണ്ട് ഗൾഫിന് പോകാൻ പറ്റുമോടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഗൾഫിന് പോകുന്നല്ലോ. സാധാരണ ഒരു പിന്നെ എന്താ മിഡിൽ ഫാമിലി ജനിക്കുന്ന ഒരു വ്യക്തി ഒരു മിമിക്രി സ്റ്റേജോ ഷോസോ ഒന്നുമില്ലാതെ വരുമാന മാർഗ്ഗം ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ വീട്ടുകാർ പൊതുവെ ജോലിക്ക് പോകാനും അങ്ങനെയുള്ള പ്രഷറൊക്കെ അങ്ങനെ ഉണ്ടാവും. പക്ഷെ അപ്പോഴും എൻ്റെ ചേട്ടൻ മിമിക്രി കൊണ്ട് നടന്ന നിനക്ക് എന്തെങ്കിലും കിട്ടുമോ? എനിക്ക് അങ്ങനെ സ്റ്റേജുകളൊന്നും അങ്ങനെ ഉണ്ടായില്ല, വരുമാനം അങ്ങനെയൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് ഞാൻ മെക്കാനിക്കൽ ജോലിക്കൊക്കെ പോയി തുടങ്ങി, ഒരു ഹെൽപ്പർ ജോലിയൊക്കെ ആയിരുന്നു. അപ്പോൾ ചേട്ടനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ഈ ജോലി ചെയ്ത് ഇരിക്കേണ്ടവനല്ല നീ, നിനക്ക് ഒരു കഴിവുണ്ട്. അപ്പോൾ ആ ജോലി രാജിവെക്കാൻ പറഞ്ഞത്. അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അങ്ങനെ അതിൽ ഓരോ ഇമിറ്റേഷൻസ് വീഡിയോസ് ചെയ്ത് അതിൽ പിണറായി സാറിനെ മോദിജിയുടെയും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെയാണ് മിമിക്രിയിൽ എൻ്റെ പേര് കൂടുതൽ രജിസ്റ്റർ ആവുന്നത്. ഒരു മിമിക്രി വോയിസ് പഠിക്കാൻ എത്ര ദിവസം എടുക്കും? ഒരു മിമിക്രി വോയിസ് പഠിക്കാൻ അത് ഡിപ്പെൻസ് ആണ്. അത് എന്താ പറയുക, സാധാരണ നമ്മൾ ഇപ്പോൾ നിൻ്റെ കൂടെ നിൽക്കുകയാണ്, നിനക്കൊരു സംസാര ശൈലിയുണ്ട്, നിനക്കൊരു സ്ലാങ് ഉണ്ട്. കാരണം നീ ഒരു പത്തനംതിട്ട സ്ലാങ് ഉണ്ട്, അച്ചാ എന്തുവാ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ സ്ലാങ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടും. കാരണം ആ സ്ലാങ് വഴി നമുക്ക് പിടിക്കാം. പിന്നെ പലരും ഒരു ശബ്ദത്തിൻ്റെ സാമ്യമുള്ള കുറേ പേര് ശബ്ദ മിശ്രണങ്ങളുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ബ്ലസ്സി സാറിൻ്റെ ശബ്ദം അനുകരിച്ചു ലേറ്റസ്റ്റ് ആയിട്ട്, അത് ഞങ്ങൾക്കൊന്ന് കേൾക്കണം. ഇപ്പോൾ ബ്ലസ്സി സാർ ഇപ്പോൾ വരുവാണെങ്കിൽ. അല്ല, അജിൻ നേരത്തെ പറഞ്ഞതുപോലെ വല്ലാത്തൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. കാരണം ആടുജീവിതത്തിലെ അജിനെയായിരുന്നു ഞാൻ ആദ്യം കാസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിനോട് ഞാൻ ശരീരം മെലിയണം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം വെറൈറ്റി മീഡിയയുടെ ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹത്തിന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അത് വല്ലാത്തൊരു പ്രതിസന്ധിയായിരുന്നു എനിക്ക്. അപ്പോൾ ഇത് എൻ്റെ മോനെ, എടാ നിന്റെ മുന്നിൽ പറയാൻ ഒരു വാക്കും ഇല്ലടാ, കൈ കൊടുക്കുക. എന്തുവാടാ താങ്ക് യു. ഇതെന്തിനാന്ന് വെച്ചാലുണ്ടല്ലോ, എന്തുവാ ഒരു പൂർണ്ണ കലാകാരന് പേരെടുത്ത് വിളിക്കാം. താങ്ക് യു, അടിപൊളി. ഓക്കെ, ബാക്കി കണ്ടിന്യൂ. അപ്പോൾ ഇതെങ്ങനെ അനുകരിക്കാം? അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ പണ്ട് അനിൽ നെടുമങ്ങാടിനെ അനുകരിക്കുമായിരുന്നു. അനിൽ നെടുമങ്ങാടിന്റെ വോയിസും ഡബ് ചെയ്തിട്ടുണ്ടല്ലേ? വോയിസ് ഡബ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഒരു 2-3 ചിത്രങ്ങളിൽ ഡബ് ചെയ്തു. പീസ് എന്ന ചിത്രമാണ് തിയേറ്ററിൽ റിലീസായത്. അപ്പോൾ നമസ്കാരമുണ്ട്, എൻ്റെ പേര് അനിൽ നെടുമങ്ങാട്. ഇതാണ് അനിൽ നെടുമങ്ങാട് ശബ്ദം. അതിൽ നിന്ന് വേറെ കുറച്ച് അത് പിന്നെ ബ്ലസ്സി സാറിൻ്റെ വോയിസായിട്ട് ചെറിയ സാമ്യം പോലെ എനിക്ക് തോന്നി. പിന്നെ ജിനു ജോസഫ് എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്. അതെ, എൻ്റെ പൊന്നു മോനെ, ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. നീ അടിപൊളിയാണ്. ഒരു വിറയലുള്ള ഒരു സംഭവം. ഈ രണ്ടും കൂടെ മിക്സ് ചെയ്താൽ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഏജും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലസ്സി സാറിനെ അനുകരിക്കാം. ബ്ലസ്സി സാറിന് അല്ല, ഞാൻ പറഞ്ഞല്ല, ഇതൊരു വലിയൊരു സംഭവമാണ്. അപ്പോൾ ഞങ്ങളൊരു കാര്യം ചോദിച്ചോളൂ. ഇപ്പം പറഞ്ഞു ബ്ലസ്സി സാറിൻ്റെ സൗണ്ട് എടുക്കാൻ 2 പേര് ഹെൽപ്പ് ചെയ്തു. അല്ല, അങ്ങനെ അത് ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ കുറേ പേര് കമന്റ് അടിച്ചപ്പോൾ തോന്നിയതാ, എനിക്കും കൂടെ മനസ്സിലായത്. അപ്പോൾ ആ കമന്റ് അടിച്ചവർക്ക് വേണ്ടി ആ ഒരു ലെങ്ത് ഒന്ന് കൊണ്ട് കാണിക്കാവോ? എന്ത് ചേഞ്ചിങ്? അനിൽ നെടുമങ്ങാട്, ജിത്തു ജോസഫ്, അല്ല അനിൽ നെടുമങ്ങാട്, ജിനു ജോസഫ്, അനിൽ നെടുമങ്ങാട്, ജിനു ജോസഫ്, ബ്ലസ്സി സാറ്. കേൾക്കാം. നമസ്കാരമുണ്ട്, ഞാൻ അനിൽ നെടുമങ്ങാടാണ്. കുറേ നാൾക്ക് ശേഷം ജിനു ജോസഫിനെ കണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുതിയ പടത്തിലൊക്കെ എനിക്ക് അഭിനയിക്കാനുള്ള അവസരം കിട്ടിയായിരുന്നു. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ നമുക്കത് ചെയ്യാനാണ്. കാരണം ആടുജീവിതം വലിയൊരു പ്രതിസന്ധിയായിരുന്നു. ബ്ലസ്സി സാറ് ആടുജീവിതം എന്ന സിനിമ തകർപ്പ് ഹിറ്റായിട്ട് മുന്നോട്ട് പോകുന്നു. അതെ, ഒരു തിരുവല്ലക്കാരനായതിൽ ഞാനും അഭിമാനിക്കും. ഞാനൊരു തിരുവല്ലക്കാരനാണ്. ആണോ? അതിലെനിക്കൊരു അഭിമാനമുണ്ട്. പറയൂ. അഭിമാനമുണ്ട്. കാരണം നമ്മുടെ നാട്ടുകാരൻ്റെ അടുത്ത് സംസാരിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു സ്വത്തായിട്ടാണ് ഞാൻ കരുതുന്നത്. ബ്ലസ്സി സാറ് ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും നാൾ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ ആ കാത്തിരിപ്പിന്റെ സ്വപ്നം എന്തുവായിരുന്നു? കാത്തിരിപ്പിൻ്റെ സ്വപ്നം നമ്മളൊരു സിനിമ തുടങ്ങുമ്പോൾ ആ സിനിമ എങ്ങനെയെങ്കിലും പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഒരുപാട് പ്രതിസന്ധി വന്നിട്ടുണ്ടല്ലേ? ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴും പ്രതിസന്ധിയായിരുന്നു. കാരണം നല്ല ട്രാഫിക് ബ്ലോക്കായിരുന്നു അവിടെ. പിന്നെ ആടുജീവിതം നമ്മളെല്ലാവരും വായിച്ചൊരു നോവലാണ്. ആ നജീബിൻ്റെ ക്യാരക്ടർ എനിക്ക് ആ രീതിയിൽ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കാൻ അത്രയും ടൈം വേണം.
കാരണം അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് പൃഥ്വിരാജ് അതിൽ ചെയ്തിട്ടുണ്ട്. ആ പെരിയോനെ എന്നുള്ളത് രണ്ടുപേരും നമുക്ക് വേണ്ടി ഒന്ന് പാടാവോ? എന്നെക്കൊണ്ട് അത് പാടിപ്പിക്കരുത്. പാടിപ്പിക്കരുത്. അടിപൊളി. രോമാഞ്ച സിനിമയിലൂടെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട സിജു സണ്ണിയെ സൈജു കുറുപ്പിന്റെ സൗണ്ടിൽ മഹേഷ് കുഞ്ഞു വിളിക്കാൻ പോവാ. വിളിച്ചാലോ? ശ്രമിച്ചു നോക്കാം. ഹലോ സിജു അല്ലേ? അതെ. ഞാൻ സൈജു ആണ്, സൈജു കുറുപ്പ്. കേട്ടില്ല. സിജു, ഞാൻ സൈജു കുറുപ്പാണ്, കൊച്ചിയിൽ നിന്നാണ് വിളിക്കുന്നത്. അയ്യോ ചേട്ടാ, പറഞ്ഞേ. അല്ല, ഇപ്പൊ എവിടെയുള്ളത്? ഞാനിപ്പോ കടവന്ത്രയിലാണ്. കൊച്ചിയിലുണ്ടോ? കൊച്ചിയിലുണ്ട്. ഇവിടെ പടത്തിന്റെ പ്രീ നടക്കുന്നത് അവിടെ ഉണ്ടായിരുന്നു, കടവന്ത്രയിൽ. ഓക്കെ. ഞാനൊരു പുതിയ സിനിമയുടെ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. ഓക്കെ. ഞാനിപ്പോ ഒരു ഗൂന്ന് പറഞ്ഞ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിലൊരു ചെറിയൊരു ക്യാരക്ടർ സിജു ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ. അല്ല, നമുക്ക് ഇന്ന് മീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മീറ്റ് ചെയ്യാൻ പറ്റുമോ? നാളെ ഞാൻ നാട്ടിലോട്ട് വരണം, ഇലക്ഷൻ ആയതുകൊണ്ട്. അപ്പം പോയിട്ട് ഞാൻ 28 തിരിച്ചു വരും. ചേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ അങ്ങോട്ട് വരാം. ഏത് സമയം പറഞ്ഞിരുന്നാ മതി. അല്ല, സമയമൊക്കെ ഞാൻ മെസ്സേജ് അയക്കാം. ഇത് തന്നെയല്ലേ വാട്സാപ്പ് നമ്പർ? ഇത് തന്നെ കേട്ടാ. ഓക്കെ. मेरा प्यारा देशवासियों, ഈ വരുന്ന ഏപ്രിൽ 26-ാം തീയതി എൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യൂ. സിജു സണ്ണി. എന്താ മോനെ ഇത്? മോൻ ഈ സിനിമയിലൊക്കെ അഭിനയിച്ചെടുത്തിട്ട് എന്നെ മനസ്സിലായില്ല മോനെ? ശരിക്കും ഞാനാണ് ആശാനെ, ഞാനാണ് മഹേഷ് കുഞ്ഞുമോൻ. അറിയില്ല, എന്നെ ആസാക്കിക്കൊണ്ടിരിക്കാതെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ അജിനുണ്ട്, അച്ചാച്ചൻ ഇവിടെ. സിജു നമസ്കാരം. നമ്മൾ വെറൈറ്റി മീഡിയയുടെ ഇന്റർവ്യൂവിലാണ്. അപ്പം സിജുവിനെ വിളിച്ചു. ഞങ്ങളൊന്ന് ഒരു മിനിറ്റ്. അപ്പം ഒത്തിരി സന്തോഷം. താങ്ക് യു. അപ്പം സിജു സണ്ണിയെ വരെ വിളിച്ചു നമ്മൾ പ്രാങ്ക് ചെയ്തു. ആൾക്ക് പോലും മനസ്സിലായിട്ടില്ല, അത്ര പെർഫെക്റ്റ് ആണ്. ഇനി ഇപ്പം ഞങ്ങൾക്ക് ചില നടന്മാര് പാട്ട് പാടുന്നത് കേൾക്കണം. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഏതാ ചെയ്ത വോയിസ്? ട്രെൻഡിങ് ആയിട്ട് പുതിയതായിട്ട് ഇപ്പോൾ ചെയ്ത ഇതാണ്. പിന്നെ ഷിനോദ് സവാരിയുടെ വോയിസ് ഞാൻ അടുത്ത് ചെയ്തായിരുന്നു. ഷിനോദ് സവാരി എല്ലാ ഇൻസ്റ്റാഗ്രാം മോട്ടിവേഷൻ. മോട്ടിവേഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും മൂവ്മെൻറ്റ്സ് ഒക്കെ കാണാൻ നല്ല രസമാണ്. നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെ ന്യായങ്ങളുണ്ടെങ്കിലും, നിങ്ങളുടെ കഥ എത്ര സത്യസന്ധമാണെങ്കിലും പലപ്പോഴും അതിനൊന്നും വലിയ പ്രസക്തിയില്ല. എൻ്റെ മുന്നിലിരിക്കുന്നത് അജിനാണ്, വെറൈറ്റി മീഡിയയുടെ അവതാരകനാണ്. അദ്ദേഹം വിട്ടിരിക്കുന്നത് പാൻറ്റാണ്. ആ പാൻറ്റ് ഊരിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് ഒട്ടും അറിയില്ല. കാരണം പുട്ടും പൊടിയും പോലെ നമുക്ക് എല്ലാവർക്കും വേണം, എല്ലാ ആസ്വാദനവും വേണം. ആ ആസ്വാദനത്തിൻ്റെ പേരാണ് അജിൻ കലാഭവൻ. അതാണ് ചെയ്യുന്ന വോയിസിലും ആ ഒരു എക്സ്പ്രഷനൊക്കെ ഒന്നും പറയില്ല കേട്ടോ. ഇനിയിപ്പോ മഹേഷ് കുഞ്ഞുമോൻ നമ്മളൊരു ഗെയിമിലോട്ട് കൊണ്ടുപോവാ. റെഡിയാണോ? നല്ലൊരു കൈയടി. പിന്നെ അല്ല പൊള്ളി. 5 താരങ്ങളുടെ പേര് നമ്മൾ ഇതിൽ എഴുതിയിട്ടിട്ടുണ്ട്. ഇത് മഹേഷ് കുഞ്ഞുമോൻ ഓരോന്നായിട്ട് എടുക്കുന്നു. നമ്മൾ പറയുന്നത് ആ താരമായിട്ട് ചെയ്യുന്നു. ഓക്കെ? എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എല്ലാം ചെയ്യാൻ പറ്റും. നോക്കട്ടെ. ഓക്കെ, എടുത്തു. ഐശ്വര്യമായിട്ട് ഒരെണ്ണം അങ്ങോട്ട് എടുക്കുക. നരേന്ദ്രമോദി. അപ്പൊ നരേന്ദ്രമോദി ലേറ്റസ്റ്റ് ആയിട്ടൊരു സാധനം, ഒരു പാട്ട് അല്ലേ? ഒരു പാട്ടാ. Same but different. No money, no honey. Good boy goes to Ayodhya. Bad boy goes to Bangkok. പൊളി. അടിപൊളി മച്ചാനെ. അടുത്ത അങ്ങോട്ട് എടുക്കുക. അങ്ങോട്ട് ഇത് ഓരോന്ന് എടുക്കുമ്പോഴും പെർഫെക്ഷൻ കൂടി വരിക. ഷൈൻ ടോം ചാക്കോയുടെ സൗണ്ടിൽ ഒരു പാട്ട്. പൂമാനമേ ഒരു രാഗമേഘം പൂമാനമേ ഒരു രാഗമേഘം അത്രേ ഉള്ളൂ. പൊളി, അടിപൊളി. നെക്സ്റ്റ്. നീ പ്രിപ്പയർ ചെയ്താണോ? ഇതൊക്കെ ശരിക്കും ഒരു അത്ഭുതം കേട്ടോ. എന്നാ ഉണ്ട് ഇത്ര ഇത് പറയണമെങ്കിൽ എൻ്റെ പൊന്നു മഹേഷേ, പൊള്ളി വൈബ്. പിണറായി വിജയൻ. പിണറായി വിജയൻ്റെ ഇതുവരെ ആൾക്കാർ കാണിക്കുന്ന കച്ചാപാതം ഒന്നും അല്ലാതെ ലേറ്റസ്റ്റ് പാട്ട്. നമ്മുടെ പാലാസജി സാർ സംസാരിക്കുന്ന പോലെ പിണറായി സാർ സംസാരിച്ച. ഓക്കെ. ഇപ്പോൾ പിണറായി സാർ മന്ത്രിയല്ല കേട്ടോ, ഒരു ഇൻസ്റ്റാഗ്രാം റീൽ ഇൻഫ്ലുവൻസർ. ഒരു ഇൻഫ്ലുവൻസറായ പിണറായി വിജയനെ നമുക്കൊന്ന് കാണാം. നമസ്കാരം. നമ്മുടെ ആടുജീവിതത്തിലെ പാട്ട് പാടണമെന്ന് ഒരു 2000 പേര് മെസ്സേജ് അയച്ചായിരുന്നു. ഭയങ്കര പാടുള്ള പാട്ടാണ്, തെറ്റിട്ട് ക്ഷമിക്കുക. പെരിയോനെ ഉടയോനെ പെരിയോനെ റഹീം
അങ്ങനെയല്ലേ ലിറിക്സ് അങ്ങനെയല്ലേ? അല്ല, പെരിയോനെ റഹ്മാനെ പെരിയോനെ റഹ്മാനെ ഹനുമാനെ. ആ പെരിയോനെ ഹനുമാനെ എന്താ? അല്ലല്ല, പെരിയോനെ റഹ്മാനെ. ആ പെരിയോനെ റഹ്മാനെ. അത് അദ്ദേഹം മ്യൂസിക് ചെയ്തുകൊണ്ടാണോ റഹ്മാൻ കിട്ടത്? അല്ല, അത് പേരതാ അതിന്റെ. താങ്ക്സ്. ഓ അടിപൊളി. പോരടാ ഇതെല്ലാം. എന്നടാ പോയി അടുത്ത എടുക്ക്. മോഹൻലാലിന്റെ സൗണ്ടിൽ ഒരു പാട്ട്. ബിഗ് ബോസിലെ പാട്ട് തന്നെ പാടാം. ബിഗ് ബോസിലെ ഇൻട്രോ സോങ് അല്ല. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അജിൻ്റെ ഒരു റിക്വസ്റ്റ് കാരണം ഞാനൊരു പാട്ട് പാടുകയാണ്. ആ പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസിൻ്റെ പാട്ട് തന്നെയാണ്. ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോൾ. എനിക്ക് വേറെ ഒന്നും അറിയില്ല. താങ്ക് യു. എന്നാൽ ഒരു പാട്ടൂടെ മോഹൻലാലിന്റെ സൗണ്ടിൽ നമുക്ക് കേൾക്കാനുള്ള കൊതി കൊണ്ടാണേ. തെന്നി തെന്നി പമ്പ ചിരിച്ചു, ചന്നം പിന്നെ മുത്തു തെറിച്ചു, ചിതയിൽ ചിതറി വെള്ള താമര, ഓളക്കയ്യാൽ വീശി എന്നെ ഓലത്തിൽ താളത്തിൽ മാടി വിളിച്ചു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓ, അപ്പൊ നമ്മുടെ ആറാട്ടണനെ മോഹൻലാൽ വിളിച്ചൊന്ന് പ്രാങ്ക് ചെയ്യുക. മഹേഷിന്റെ ശബ്ദത്തിൽ മോഹൻലാൽ വേണം. അപ്പൊ നമ്മൾ ആറാട്ടണനെ വിളിക്കാൻ പോവാണ്. ശബ്ദം ലാലേട്ടൻ, വോയിസ് കൊടുക്കുന്നത് മഹേഷ് കുഞ്ഞു. ഇത് പാളിപ്പോയാൽ എല്ലാ ഉത്തരവാദി അച്ഛനായിരിക്കും, ഞാനല്ല. ഹലോ ഹലോ മോനെ. ഹലോ, സന്തോഷ് വർക്കിയല്ലേ? എന്താ കാര്യം? അല്ല, ഞാനാരാന്ന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. അല്ല, ഞാനാരാന്ന് മനസ്സിലായില്ലേ? ഈ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാലോ എന്നെ, ഞാനാരാന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അല്ല, നിങ്ങൾ എന്തിനാണ് എന്നോട് ചൂടാവുന്ന മോനെ? മോൻ ഞാനാരാന്ന് മനസ്സിലായില്ലേ മോനെ? മോഹൻലാലാ? ആ, മോഹൻലാൽ എന്നാണ് എൻ്റെ പേര്. എന്താ പ്രശ്നം എന്താണ്? അല്ല, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ചൂടായിട്ട് സംസാരിച്ചോ മോനെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ഇത് മോഹൻലാലിന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാൻ ശരിക്കും മോഹൻലാലാണ്. ഇത് മോഹൻലാലാണ് സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങൾ ദേഷ്യമൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ വലിയൊരു ആരാധകനാണ്. നിങ്ങൾ നന്നായി വരണമെന്ന് ആഗ്രഹിച്ച ആളാണ്. പക്ഷേ നിങ്ങൾ ഓരോ സോഷ്യൽ മീഡിയസിലും എന്നെപ്പറ്റി ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നതല്ലേ, ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് മോനെ. അതിന് സംഭവം പറയാം. നിങ്ങൾ പണ്ട് എന്നെ ഒരിക്കൽ വേദനിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ ബുക്ക് ചെയ്തിട്ട് വന്നപ്പോൾ ബുക്ക് കോപ്പി അടിച്ചാന്ന് പറഞ്ഞു. അതാണ് എന്നെ വേദനിപ്പിച്ച അല്ല കാര്യം. മോനെ, കോപ്പി അടിക്കുക എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്നതല്ലേ മോനെ. ഇപ്പോൾ ബിഗ് ബോസിലേക്ക് ഒരു വൈൽഡ് കാർഡ് ഉണ്ട് എന്നാൽ മോൻ വരുമോ? എനിക്കില്ലല്ലോ, ലാലേട്ടൻ തന്നെയാണോ ഉറപ്പുണ്ട്. കാരണം ശബ്ദം എനിക്ക് മനസ്സിലാവണില്ല. എൻ്റെ പൊന്നുമോനെ, ഇതൊരു ഷോയുടെ ഭാഗമായിട്ട് വിളിക്കുകയാണ്. ജെനുവൻ കോൾ തന്നെയാണോ? ജെന്വിൻ കോൾ തന്നെയാണ്. ലാലേട്ടൻ എന്നെ വിളിക്കാൻ നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന കാര്യമല്ല. ഹായ് ചേട്ടാ, നമസ്കാരം. ഇതെന്താ പ്രാങ്ക് ആണോ? ഇത് ഹലോ ആറാട്ടണ, നമസ്കാരം. എൻ്റെ പേര് അജിൻ, വെറൈറ്റി മേഡ് ആങ്കർ. ഓ, വെറൈറ്റി വീഡിയോ പ്രാങ്ക് ആണ്. അപ്പൊ ഞാൻ വിളിച്ചത്, ഇത്രയും നേരം ലാലേട്ടന്റെ സൗണ്ടിൽ സംസാരിച്ചത് നമ്മുടെ മഹേഷ് കുഞ്ഞുവൻ എന്ന് പറയുന്ന ഒരു അനുഗ്രഹീത കലാകാരനാണ്. ആ, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ശരിക്കും അതേപോലെ തോന്നി. ഓക്കെ, ഒത്തിരി സന്തോഷം, താങ്ക് യു. ഇത് ഇടുണ്ടോ? റെക്കോർഡ് ചെയ്തോ? ആ റെക്കോർഡ് എല്ലാം ചെയ്ത് ഇടും കേട്ടോ. എന്നിടും? അത് ഉടനെ ഇടും, ഞാൻ വിളിച്ചു പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ ശരി. പക്ക. എടാ, ഇത്രയൊക്കെ നീ ചെയ്തിട്ട് നീ ഇത്ര സിമ്പിൾ ആവുന്ന എങ്ങനാ? അതൊന്ന് പറഞ്ഞേ. ഇതൊക്കെ എവിടുന്ന ഈ തൊണ്ടക്കകത്തുനിന്ന് വരുന്നേ? അത് നമ്മൾ ആളെ മനസ്സിൽ കണ്ട് ചെയ്യുന്നതല്ലേ, അപ്പോൾ തന്നെ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് തമിഴിലോട്ട് പോവാം. വിജയ് സേതുപതി ഉണ്ട്, സൂര്യയുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കത്തി നിൽക്കുന്ന നടനാരാ സൗണ്ടില്? മഹേഷിന്റെ സൗണ്ടില് ഞാൻ ഈ അടുത്ത് നമ്മുടെ വടിവേലു സാറിന്റെ ശബ്ദമാണ്. അല്ല, മറ്റേ ഡബ് ചെയ്തില്ലായിരുന്നോ? ധനുഷ്. ഓക്കെ, അപ്പൊ ധനുഷിന്റെ സൗണ്ട് നമുക്ക് ആദ്യം കേൾക്കാം. ധനുഷിന്റെ സൗണ്ടൊക്കെ ട്രൈ ആണ്. ഇതുവരെ അങ്ങനെ സ്റ്റേജുകളിൽ സ്പോട്ട് ഡബിങ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുള്ളൂ. ஓகே. சுதந்திரத்துக்கு போராடுறியா? யார் சுதந்திரத்துக்கு? வெள்ளக்கார கையில் நாட்டை காப்பாற்றி நம்ம ஆள் இருந்த ராஜ கையில் கொடுக்க போறியா? அவனுங்க நம்ம பாட்டை முப்பாட்டை கையில் கட்ட கோலுக்குள்ள நம்மளே உறக்குறான் சொல்றா, நீ அவனுங்களுக்கா போராடுற? ஓ, போலி போலி போலி. அடுத்து விஜய் சேதுபதி. எல்லாருக்கும் வணக்கம், நான் விஜய் சேதுபதி பேசுகிறேன். ஹாய் ஜி. ஹாய், நமஸ்காரம். நான் உங்களோட பெரிய ஃபேனு. ஓ, சந்தோஷம். நான் இன்டர்வியூஸ்லாம் பார்த்துருக்கேன், செம்ம இன்டர்வியூ பண்ணுறேன். நான் என்னோட பெரிய ஆசை தான் உங்கள்கிட்ட
ஒரு இன்டர்வியூ ஷேர் பண்ணுறதுக்கு. എനിക്ക് അതിനെ காசு சொல்லட்டுமா சார்? ஒரு காசு சொல்லட்டுமா? ഓക്കെ, ഇനി സൂര്യ. சிங்கம் வேட்டையாடும் போது காடை செழிப்பாக இருக்குமா, ஆனால் அது பசியோடு இருக்கும்போது காடும் பட்டினி கிடக்கணும். 27 வருஷம் 27 வருஷம் ஆச்சு எனக்கு நடந்து உருவாக்குறதுக்கு. அப்பனும் பாட்டனும் யாரும் தூக்கி கொடுத்துடல, நான் ரோலக்ஸ். പൊളി മച്ചാനെ. എന്തൊക്കെ സർജറികൾ ചെയ്തിട്ടുണ്ട് ഇപ്പം? പിന്നെ മൂക്കിൽ റൈനോപ്ലാസ്റ്റി സർജറി ചെയ്തിട്ടുണ്ട്, പിന്നെ ചുണ്ടിൽ ചെറിയൊരു പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ട്, പിന്നെ മെയിനായിട്ടുള്ള മാക്സിലോ ഫേഷ്യൽ സർജറി ഫേസിൽ ഈ 3 ഭാഗത്തായിട്ട് സ്റ്റീൽ ഇട്ടിട്ടുണ്ട്. അത് പെർമനൻ്റ് ആണ്. പല്ലൊക്കെയോ? പല്ല് ഇപ്പോൾ റിമൂവബിൾ ആണ്. അത് ഇംപ്ലാന്റ് ചെയ്തിട്ടില്ല. ഇംപ്ലാന്റ് ചെയ്യാൻ ഇച്ചിരി ടൈം എടുക്കും, കാരണം ബോൺസ് ലോസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ബോൺ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ചെയ്ത ശേഷം മാത്രമേ ബോൺ സർജറികൾ സൈഡിൽ കൂടെ നടക്കും. എന്റെ കഴിവ് തുടരും, ഒരു മാറ്റം അതിൻ്റെ അകത്തില്ല. ഇന്ന് 2 വേദിയാണ്, അത് 1000 വാക്ക് ഞാൻ മാറ്റും. ഒരു കോൺഫിഡൻസ് അല്ലേ? മഹേഷിനോട് കൊലസ്തുതിച്ചേട്ടൻ പറഞ്ഞു മഹേഷിന്റെ മിമിക്രി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം നമ്മുടെ കൂടെ നിന്ന ഒരു മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുമ്പം അത് എത്രമാത്രം വിഷമം ഉണ്ടാക്കി മഹേഷൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ? അത് 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 സത്യം പറഞ്ഞാൽ അത് പുറമേ നിന്ന് ഒരാൾ ഈ ആക്സിഡൻറ്റിൻ്റെ വാർത്ത അറിയുന്നതിനേക്കാളും പെയിൻഫുള്ളാണ് എന്നെ സംബന്ധിച്ച്. കാരണം ഒരു വ്യക്തി അറിയാം, കൂടിയിരുന്ന വ്യക്തിയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായ സമയത്ത് പോലെ എനിക്ക് എന്താ കാര്യങ്ങളെന്ന് എനിക്ക് അറിയത്തില്ല, എന്താ സംഭവിച്ചതെന്ന് പോലെ എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ആശുപത്രിയിൽ കോൺഷ്യസ് ആയിരുന്നു, എനിക്ക് അനങ്ങാനോ ഫേസ് അനക്കാനോ അങ്ങനത്തെ ഒരു ഇതിലുണ്ടായിരുന്നില്ല. ഞാൻ സൂചിച്ചേട്ടൻ മരിച്ചു എന്ന് അറിയുന്നത് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചായിരുന്നു. അപ്പോൾ എനിക്ക് അദ്ദേഹം നഷ്ടപ്പെട്ടു, അദ്ദേഹം മരിച്ചു, എനിക്ക് ഇങ്ങനത്തെ ഒരു വിധി ഒന്നും ബിനിച്ചേട്ടൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. ഞാനൊരു എന്താ പറയുക, ഒരു വേദിയിൽ പോലും അത്, കാരണം ഞാൻ ഏറ്റവും കൂടുതൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ദിവസമാണ് ഈ ജൂൺ 5 എന്ന് പറയുന്നത്. കാരണം എൻ്റെ ലൈഫിൽ ഇത് പറയുമ്പോൾ പോലും മഹേഷിന്റെ ചങ്കിലൊരു ഇടുപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കുക എന്ന് പറഞ്ഞത്. കാരണം അതൊക്കെ മറന്ന് നമ്മൾ ഫുൾ ടൈം, ഞാൻ ഇപ്പോൾ നേരത്തെ പ്രേക്ഷകരോട് പറഞ്ഞതാണ് പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത്. അതായത് മഹേഷ് കുഞ്ഞുമോൻ അത് ആലോചിച്ചിരുന്നിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ അത് ആലോചിച്ചുകൊണ്ടിരിക്കും. ജീവിതകാലം മൊത്തം ആലോചിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് അങ്ങനെയാണ്. പക്ഷെ എൻ്റെ ലക്ഷ്യം അതല്ല. എൻ്റെ ലക്ഷ്യം സിനിമാ നായകനാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യം മിമിക്രിയുടെ വലുത്. നമ്മുടെ ചുറ്റും ഒരുപാട്, ഇപ്പോൾ എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. എന്നെ ഇഷ്ടപ്പെടാത്തവരും എന്നെ വിമർശിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. വിമർശിക്കാനുള്ള അവകാശമുണ്ട്. ഇതുവരെ വന്നതിൽ ആരും പറയാത്ത ആത്മാർത്ഥമായിട്ട് പറഞ്ഞൊരു വ്യക്തിയാണ് മഹേഷ് കുഞ്ഞുമോൻ. കാരണം ഏതൊരു ഓഡിയൻസും അവൻ്റെ സമയം കൊടുത്തിട്ടാണ് നമ്മളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ അവന് നല്ലൊരു റിസൾട്ട് കൊടുത്താൽ അവന് അത് സന്തോഷം കിട്ടിയില്ലെങ്കിൽ അവന് സന്തോഷം കിട്ടിയില്ല, അവനത് നന്നായിട്ട് തോന്നിയില്ല എന്ന് പറയാനുള്ള അവകാശം ഈ എല്ലാവർക്കും ഉണ്ട്. ആ വിമർശനങ്ങൾക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ഞാൻ ഇപ്പം അജി മുന്നേ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്ന ഒന്നും ഞാൻ പെർഫെക്റ്റ് ആണെന്നോ ഞാൻ അങ്ങനെ അവകാശപ്പെടുന്ന ആളെ അല്ല. ഞാൻ പറയുന്നത് എനിക്ക് പെർഫെക്റ്റ് ആണ് മഹേഷ് ചെയ്യുന്നത്. അത് അജിന്റെ ഞാൻ പറയുന്നത് ഓക്കെ എനിക്ക് പെർഫെക്റ്റ് ആണ്. പിന്നെ ഇങ്ങനത്തെ ഉള്ള ഈ ചിന്തകളൊന്നും ഞാൻ എടുക്കാറില്ല. ആ ആക്സിഡന്റിന് ശേഷം ഞാൻ ആ ദിവസം തന്നെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ്. കാരണം എൻ്റെ ലൈഫിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറയുന്ന ഒരു പോയിൻ്റാണത്. ആ ഒരു ദിവസം എനിക്ക് ഉണ്ടായതും എൻ്റെ ഉള്ളവർ, എൻ്റെ ചേട്ടനും എൻ്റെ ഫാമിലിയും എൻ്റെ കൂട്ടുകാരും അനുഭവിച്ചതൊക്കെ ഇച്ചിരി കൂടുതലാണ്. അവരെ കണ്ടു നിന്നവരാണ്. എൻ്റെ അതൊക്കെ നമ്മൾ 9 മാസത്തോളമായി അത് കഴിഞ്ഞിട്ട്. അതിപ്പോൾ അത് കഴിഞ്ഞു പോയി. നമുക്ക് ആ ദിവസത്തെയോ ആ സംഭവത്തെയോ മാറ്റാൻ കഴിയില്ല. അപ്പോൾ അത് ആ ഒരു ഇതിലങ്ങ് മറക്കാനല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഓർമ്മിക്കാൻ നിൽക്കാതെ നമ്മുടെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്ത് ഇനി നമുക്ക് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി. അപ്പോൾ എനിക്ക് മിമിക്രിയിൽ ഇനി കൂടുതലായിട്ടുള്ള വോയിസുകൾ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം ഡബ്ബിംഗ് മേഖലയിലായാലും ആക്ടിങ്ങിലായാലും കൂടുതലായിട്ട് ചെയ്യുക. അതൊക്കെയാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. മഹേഷ് ഉള്ളിടത്തുള്ള മേഖലയിൽ മഹേഷ് സിഗ്നേച്ചർ പതിപ്പിച്ചിരിക്കും. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഓരോരോ ദൈവത്തിൻ്റെ സത്യം പറഞ്ഞ ഒരു ഭാഗ്യം. ഇപ്പോൾ അജിൻ കലാഭവൻ എന്നാണ് ഞാൻ ഇവനെ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ. ഇവൻ എൻ്റെ മിമിക്രി കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ നാട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഫുഡ് മേടിച്ചു തന്ന് എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് പോയ ഒരു ആരാധകൻ എന്ന് പറയാം. അങ്ങനെയാണ് ഞങ്ങളുള്ള പരിചയം. പിന്നെ
ഞാൻ പറയാം എല്ലാത്തിലും ദൈവത്തിൻ്റെ ഒരു നിമിത്തം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെയാണ് ഇവൻ കൊച്ചിയിലുണ്ടെന്ന് അറിയാം. എടാ സിജു സണ്ണി എന്ന് പറയുന്ന ആക്ടർ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ എടാ എന്തായാലും ഒന്ന് കാണാം, സിജു സണ്ണി എന്നെ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു, അപ്പോൾ നമുക്കൊന്ന് പോയി കാണാം. അങ്ങനെ പറഞ്ഞ് ഞാൻ ഇവനെ വിളിച്ചുകൊണ്ട് പോയി സിജു സണ്ണിനെ കാണുകയും ഭക്ഷണം കഴിക്കുകയും അപ്പോൾ സിജു സണ്ണി ആൾ സൈനയിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് രോമാഞ്ചം സിനിമ റിലീസിന്റെ ഭാഗമായിട്ട്. ശരിക്കും അങ്ങനെ അവിടെ നിന്നൊരു ബന്ധമായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അജിൻ എന്ന ഒരു ആർട്ടിസ്റ്റ് ആങ്കറായിട്ട് നിങ്ങളുടെ മുന്നിൽ മഹേഷ് കുഞ്ഞുമോൻ. ഇപ്പം ഒരുപാട് ആൾക്കാർ എന്നെപ്പറ്റി നെഗറ്റീവ് കമന്റ് ഇടുന്നുണ്ട്, കാര്യങ്ങൾ ഇടുന്നുണ്ട്. മഹേഷ് എന്ന് പറയുന്ന വ്യക്തി എന്നോട് ഇടപെട്ടതിൽ മഹേഷിന് തോന്നിയ കാര്യം എന്തുവാണ്? എനിക്ക് തോന്നിയിട്ടുള്ള ഇവൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റായിട്ട് തോന്നിയിട്ടുള്ളത് കോണ്ടാക്ട്സുകൾ കീപ്പ് ചെയ്യുന്നതിൽ, അതായത് ബന്ധങ്ങളെ എപ്പോഴും ഇങ്ങനെ കൊണ്ടു നടക്കുന്നതിൽ ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് അജിൻ എന്നുള്ളത്. താങ്ക് യു. കാരണം ഇവൻ്റെ വീട്ടിൽ പോയവർക്കും ഇവനെ അറിയാവുന്നവർക്കും ഇവൻ്റെ നാട്ടുകാർക്കും സത്യം പറഞ്ഞാൽ ഇവൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഇവൻ്റെ നാട്ടിൽ കിട്ടിയ ഇവൻ്റെ സപ്പോർട്ട് കണ്ട് ഞാൻ വരെ ഞെട്ടിപ്പോയി. കാരണം അത് ഏതൊരു ആർട്ടിസ്റ്റും ഏതൊരു കലാകാരനും സ്വന്തം നാട്ടിൽ ആഗ്രഹിക്കുന്നതാണ്. അതൊക്കെ അവന് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അവൻ്റെ ദൈവത്തിൻ്റെ ഒത്തിരി സന്തോഷം. എനിക്ക് മഹേഷ് കുഞ്ഞുവിനോട് ഒന്നേ പറയാവുള്ളൂ, മഹേഷ് എന്ന കപ്പൽ സത്യം പറഞ്ഞാൽ ഇവൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എന്തായാലും ഒരു ആങ്കർ എന്ന നിലയിൽ ഇവൻ വലുതായി വളർന്നിരിക്കുകയാണ്, നന്നായിട്ട്. ശരിക്കും മഹേഷ് കുഞ്ഞുവിനെ ഞാൻ പറയുന്നു, മഹേഷ് എന്ന ഈ കപ്പൽ ആടി ഉലയുകയില്ല. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. ഇപ്പം 5 അടിയാണെങ്കിൽ 100 അടിയായിട്ട് കയറും. അതിന് നമ്മുടെ പ്രാർത്ഥന സപ്പോർട്ട് എല്ലാം ഉണ്ട്. നമ്മൾ വിളിച്ച് വന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയുള്ള വളർച്ചയിൽ എല്ലാവിധ സപ്പോർട്ടും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് താങ്ക് യു.